നമസ്കാരം. ചില വഴിപാടുകളും നേർച്ചകളും വ്രതങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ വരുമ്പോൾ, സങ്കടങ്ങൾ എന്നും അലട്ടുമ്പോൾ ഈ വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കുക വഴി നമ്മുടെ സകലവിധ പാപങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. അതിലൊന്നാണ് ഷഷ്ഠിവ്രതം. ഷഷ്ഠിവ്രതമെടുത്താൽ ദുഃഖം അണയുമെന്നാണ്, ദുഃഖം അകലുമെന്നാണ്, സന്താനങ്ങൾക്കൊരുപാട് ഗുണാനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ്, ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നടക്കുമെന്നാണ്. മനഃശുദ്ധിക്കും പാപശാന്തിക്കും ഒരുപോലെ ഗുണകരമാണ് സുബ്രഹ്മണ്യ ആരാധന. ഏതു കാര്യത്തിലെയും തടസ്സം അകലാനും ഭാഗ്യം തെളിയാനും സുബ്രഹ്മണ്യ ആരാധന ഉത്തമമാണ്. നിത്യജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും സുബ്രഹ്മണ്യ പ്രാർത്ഥനയിലൂടെ അത്ഭുതകരമായ ശാന്തി ഉണ്ടാകും. ജാതകവശാലോ പ്രശ്നവശാലോ ശത്രുദോഷം, ദൃഷ്ടിദോഷം, ശാപദോഷം, ഗൃഹദോഷം, സന്താനമില്ലായ്മ എന്നിവ അനുഭവിക്കുന്നവർക്കെല്ലാം സുബ്രഹ്മണ്യ ഭജനം ഉത്തമ പരിഹാരമാണ്. രോഗദുരിത ശാന്തിക്കും ഇഷ്ടകാര്യ വിജയത്തിനും ക്ഷിപ്രഫലപ്രദവുമാണ് സുബ്രഹ്മണ്യ ആരാധന. മനഃശുദ്ധിക്കും പാപശാന്തിക്കും ഒരുപോലെ ഗുണകരമാണ് സുബ്രഹ്മണ്യ ആരാധന. ഏത് കാര്യത്തിലെയും തടസ്സങ്ങൾ നീങ്ങുന്നതിനും ഭാഗ്യം തെളിയുന്നതിനും ഫലപ്രദമാണ് സുബ്രഹ്മണ്യ ആരാധന. നിത്യജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും സുബ്രഹ്മണ്യ പ്രാർത്ഥനയിലൂടെ അത്ഭുതകരമായ മാറ്റമുണ്ടാകാൻ സാധിക്കും. ദോഷദുരിതങ്ങൾ മാറ്റുന്നതിനും ശത്രുദോഷങ്ങൾ മാറുന്നതിനും ദൃഷ്ടിദോഷം, ശാപദോഷം, ഗൃഹദോഷം എന്നിവയ്ക്കെല്ലാം സുബ്രഹ്മണ്യ ഭജനം ഉത്തമ പരിഹാരമാണ്. പെട്ടെന്നുള്ള ഫലസിദ്ധിയാണ് മുരുക പ്രാർത്ഥനയുടെ പ്രത്യേകത. ഷഷ്ഠിവ്രതമെടുത്ത് മുരുകനെ പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ ദുഃഖങ്ങളും നീങ്ങുമെന്നാണ്. സന്താനഭാഗ്യത്തിന് ഇത് ഏറ്റവും ഗുണകരമായി കണക്കാക്കുന്നു. പാർവതി പരമേശ്വരന്മാരുടെ വത്സലപുത്രനാണ് സുബ്രഹ്മണ്യസ്വാമി. ദോഷദുരിതങ്ങൾ കാരണമോ ആരോഗ്യ വിഷയങ്ങളാലോ സന്താന ദുരിതം അനുഭവിക്കുന്നവർക്ക് മുരുകപ്രീതിയാൽ അത്ഭുത ഫലസിദ്ധിയുണ്ടാകും. സന്താനലബ്ധിക്കെന്നല്ല, ഇഷ്ട സന്താനലബ്ധിക്ക് തന്നെ ഗുണകരമാണ് മുരുകഭജനം. ഇഷ്ട വിവാഹലബ്ധിക്കും ശ്രീമുരുകൻ്റെ അനുഗ്രഹം നല്ലതാണ്. മുരുകപത്നിമാരാണ് വള്ളിയും ദേവയാനിയും. പത്നി സമേതനായ മുരുകനെ പ്രാർത്ഥിച്ചാൽ വിവാഹ തടസ്സം നീങ്ങുമെന്നാണ്. ഇഷ്ടവിവാഹലബ്ധിക്കും ഗുണകരമാണ്. ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങൾ നീങ്ങുന്നതിനും പരസ്പര ഐക്യത്തിനും ഗുണകരം. ഷഷ്ഠി ദിനത്തിൽ വ്രതം പാലിച്ച് പ്രാർത്ഥന തുടങ്ങാം. വള്ളി ദേവയാനി സമേത ശ്രീ സുബ്രഹ്മണ്യമൂർത്തയെ നമഃ എന്ന മന്ത്രം ഷഷ്ഠി ദിവസം തുടങ്ങി 41 ദിവസം ചൊല്ലുന്നതും ഉത്തമമാണ്. ഇങ്ങനെ ചെല്ലുന്നവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും മാറിക്കിട്ടും. വള്ളി ദേവയാനി സമേത ശ്രീ സുബ്രഹ്മണ്യമൂർത്തയെ നമഃ എന്ന മന്ത്രം നിങ്ങൾ ചൊല്ലുക. ദാരിദ്ര്യശാന്തിക്കും സുബ്രഹ്മണ്യന് ചെയ്യുന്ന കർമ്മങ്ങളാണ് കുമാരപൂജ. സുബ്രഹ്മണ്യ ഗായത്രി ഹോമം അത്യുത്തമമാണ്. സകല ദുഃഖവും സകല ദുരിതവും മാറി എല്ലാ രീതിയിലും നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരാൻ കാരണമാകും. ആഗ്രഹിച്ചതെന്തും മുരുകൻ തരും. താമരപ്പൂ കൊണ്ട് മൂലമന്ത്രം ചൊല്ലി അർച്ചന നടത്തുന്ന ഏതൊരു ഭക്തനും മുരുകൻ ഒരുപാട് ധനധാന്യ സമൃദ്ധി തരുമെന്നാണ്. ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് മുരുകഭജനം കൊണ്ട് സാധ്യമാകും. കുമാരപൂജ ചെയ്യുന്ന ഏതൊരാൾക്കും ദാമ്പത്യ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും. ആശിച്ചതൊക്കെ നടന്നു കിട്ടും. ദാരിദ്ര്യ ശാന്തിക്കും ഏറ്റവും ഗുണകരമാണ്. ഓം വജത് ഭൂവേ നമഃ എന്ന മൂലമന്ത്രം ചൊല്ലിയാണ് അർച്ചന ചെയ്യേണ്ടത്. എല്ലാ രീതിയിലും
നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ സുബ്രഹ്മണ്യനെ പ്രസാദിപ്പിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സുബ്രഹ്മണ്യസ്വാമി എന്ത് ഗ്രഹവും നിങ്ങൾക്ക് നടത്തിത്തരും. നിങ്ങളുടെ സകല പ്രയാസങ്ങളും മാറ്റിത്തരും. ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നടത്തിത്തരും. തടസ്സങ്ങൾ നീങ്ങി ഭാഗ്യം തെളിയാൻ സുബ്രഹ്മണ്യസ്വാമിയെ പ്രസാദിപ്പിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ ഗുണമുണ്ടാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരാളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.